ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈറ്റ് ആൻഡ് ചാറ്റ് വിത്ത് അൻഷ്. ഇപ്പോൾ ഞങ്ങൾ മാംഗ്ലൂരാണ്, കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. അപ്പോൾ മാംഗ്ലൂർ ഫുഡ് സ്റ്റോറീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ വെജ് ഓപ്ഷനാണ് കൂടുതൽ ഇവിടെ വന്നാൽ പ്രിഫർ ചെയ്യാറുള്ളത്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അടിപൊളി ഒരു മസാല ദോശയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഏകദേശം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു സ്ഥലം. പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. എന്നാലും ആ വരുന്ന വഴിയിൽ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെ തന്നെ ബേബിനെയൊക്കെ കൊണ്ടിട്ടാണ്ട് വന്നേക്കുന്നത്. ജായൻ ഇവിടെ ഇല്ല, തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ആ മെനുവിൽ കണ്ട ചൗച്ചോ ഭാഗത്തൊന്ന് ഓർഡർ ചെയ്തു. സംഭവം വേറൊന്നുമല്ല, കേസരിയും ഉപ്പുമാവുമാണ് കേട്ടോ. കൂടെ ഒരു വികാരമില്ലാത്തൊരു ചട്നി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബർ എനിക്കൊരു ബിസി ബെല്ലി ബാത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അവർ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അവർ നാട്ടിൽ പോയതുകൊണ്ട് അത് കിട്ടില്ല. നെക്സ്റ്റ് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ മൈസൂർ മസാല ദോശ കഴിക്കാൻ വേണ്ടി കൊതിച്ച് ഓർഡർ ചെയ്തു കേട്ടോ. പക്ഷേ ഇതൊന്നും അല്ല മൈസൂർ മസാല ദോശ. അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കഴിച്ചപ്പോൾ യാതൊരു ടേസ്റ്റും ഇല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോഴത്തെ സാമ്പാർ എടുത്ത് പറയാനുണ്ട്, എൻ്റെ ഫേവററ്റ് ആണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള സാമ്പാറാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു കാപ്പിയും കുടിച്ചു അവിടെ